വ്യാഴം അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇവിടെ ജൂൺ 2-ാം തീയതി മുതൽ രാജയോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സാമ്പത്തികമായി ഇവർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ്. വ്യാഴം അനുകൂലമാകുന്നതോടുകൂടി ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം. വളരെ ഗംഭീരമായ വിജയങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഒരു വീട് വാങ്ങാൻ സാധിക്കുന്ന സമയം, വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്ന സമയം, വിദേശത്തേക്ക് പോകാൻ ശ്രമം നടത്തുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്ന സമയം, വിദേശത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർക്ക് നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഇനി മുതൽ. വ്യാഴം അനുകൂലമാകുന്നു, ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു. 3 രാശിയിലെ 9 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. വ്യാഴമാറ്റത്തോടുകൂടി ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകർ അത് മേടരാശിക്കാർ തന്നെയാണ്. വ്യാഴം ഇവർക്ക് അനുകൂലമാകുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ധാരാളം ധനം വന്നു ചേരുന്ന സമയം, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുന്ന സമയം, കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് കടങ്ങളൊക്കെ മാറുന്ന സമയം. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ആ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം മുന്നിൽ തെളിയുകയാണ്. ഈ വ്യാഴമാറ്റത്തോടുകൂടി ഇവരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും അകന്ന് രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം. ജൂൺ 2-ാം തീയതിക്ക് ശേഷം വളരെ ഗംഭീരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു വീട് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശയോഗം, പിന്നെ കുട്ടികൾ പഠിക്കും, ജോലി ലഭിക്കും, വിവാഹം നടക്കും. എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു കാലമാണ്. സകലവിധ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്നു, ഉറപ്പാണ്. ജൂൺ 2-ാം തീയതിക്ക് ശേഷം ഈ നക്ഷത്രജാതകർ തീർച്ചയായും രക്ഷപ്പെടും, ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ജാതകവശാൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ജാതകമൊന്ന് പരിശോധിക്കണം. ജാതകം പരിശോധിക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. അതുപോലെ തന്നെ കർക്കിടക രാശിയിലെ പുണർതം, പൂയം, ആയില്യം ഈ നക്ഷത്രജാതകർക്കും വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. 32 വയസ്സ് മുതൽ 48 വയസ്സുവരെയുള്ളവർക്ക് വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഇവരുടെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് സാധിക്കും. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ബിസിനസ്സിലാകാം, ജോലിക്കാര്യത്തിലാകാം, ഫാമിലിയിലാകാം, ഇതൊക്കെ ഇവർക്ക് പൂർണ്ണമായും മാറിക്കിട്ടുന്നു. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ തീർന്നു കിട്ടും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്താൻ നിങ്ങൾക്കിനി കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്.
ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കണക്ക് കൂട്ടുക. തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് നടന്നു കിട്ടും. അതുപോലെ തന്നെ ഒരു ജോലിക്ക് ശ്രമം നടത്തുകയാണ് എങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം വേണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. സകല കഷ്ടതകളും മാറി, സകല കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മറന്നേക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അനുഭവങ്ങൾ വന്നു ചേരും. അത് രാജകീയമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും. ഒരു പുതിയ വീട് വയ്ക്കാനോ, വിദേശത്തേക്ക് പോകാനോ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാനോ, ആ ബിസിനസ് വിജയിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു കഴിവ് ദൈവാധീനം പോലെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. നിങ്ങൾക്ക് ജീവിതം ജയിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളെ സംബന്ധിച്ച് അതിഗംഭീര കാലഘട്ടമാണ് ഇത്. സർവ്വ ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അങ്ങനെ അനുഭവത്തിൽ വരുന്നില്ല എങ്കിൽ ഒരു ജ്യോതിഷനെ കാണുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്കറിയാൻ സാധിക്കും. പരിഹാരങ്ങൾ ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറുകാർ തന്നെയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട അടങ്ങിയ വൃശ്ചിക രാശിക്കാർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. രോഗങ്ങൾ മാറാതിരിക്കുന്നു. അതുപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നു. മനസ്സിന് ഒരു സമാധാനമില്ലായ്മ, വിവാഹം വൈകുന്നു, ബിസിനസ്സിൽ തളർച്ച, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം വാങ്ങാൻ, ഒരു വീട് വയ്ക്കാൻ, വിദേശത്തേക്ക് പോകാൻ, ഇതൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. സർവ്വവിധ ദുരിത ദുഃഖങ്ങളും മാറി, എല്ലാവിധ ബാധാദോഷങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തിയിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ഇനി ജോലി കിട്ടുന്ന സമയമാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ഉദാസീന ഭാവമൊക്കെ മാറും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാകും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. കടത്തിൽ നിന്നും മോചനം കിട്ടാതെ വരിക, ദുരിത ദുഃഖങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വർദ്ധിച്ചു വരിക, അതുപോലെ തന്നെ കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് പ്രശ്നം, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. അതൊക്കെ മാറും. ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾക്ക് ജീവിതം ജയിക്കാൻ കഴിയും. നിങ്ങളുടെ സകലമാന ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാനീ പറഞ്ഞ 3 രാശിക്കാർക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇനി എത്താൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ കനിയും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഉറപ്പാണ്, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ആനന്ദകരമായ നാളുകൾ കൂടിയാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.